ജാപ്പനീസിലെ ഒരു വാക്കാ. ആ വാക്ക് നമ്മുടെ ജീവിതവുമായിട്ട് എങ്ങനെ ബന്ധം, അതിന്റെ ഒരു പ്രത്യേകത, ആ വാക്കിന്റെ പ്രത്യേകത എന്താ മനസ്സിലാവുന്നു? ആ വേർഡാണ് ഇക്കിഗായി. എന്താ ഇക്കിഗായി എന്ന് പറഞ്ഞ ആ വേർഡിന്റെ അർത്ഥം, ഇക്കി എന്ന് പറഞ്ഞാൽ എന്തുവാ? ജീവിതം. എന്തോ ജീവിതം. ഗായി എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാം? ഇക്കിഗായി. ഇക്കിഗായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടത്. മനസ്സിലായോ? അപ്പം ജീവിത മൂല്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇക്കിഗായി. മനസ്സിലാവുന്നു? അത് വളരെ ഇമ്പോർട്ടന്റ് ആയ നമുക്കൊരു കാര്യം. നമുക്ക് എന്നും രാവിലെ എഴുന്നേക്കാൻ ഒരു റീസൺ ആണ് ഇക്കിഗായി. ജീവിക്കാൻ ഒരു റീസൺ. നമുക്ക് രാവിലെ എന്നും സന്തോഷത്തോടെ എഴുന്നേക്കാൻ ഒരു റീസൺ. മനസ്സിലാവുന്നോ? അതാണ് ഇക്കിഗായി എന്ന് പറയുന്നത്. ആ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് 4 കാര്യങ്ങളാണ് ഇക്കിഗായിലുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ പാഷൻ. എന്തോ? ഒന്ന് പാഷൻ. നമുക്ക് അന്നേരം നമ്മുടെ ജോലിയൊക്കെ എന്തായിരിക്കണം? നമ്മുടെ പാഷനായി മാറണം. 2 മിഷൻ. മിഷൻ എന്ന് പറഞ്ഞാൽ എന്തോ? അത് അച്ചീവ് ചെയ്യുന്നത്. അറിയത്തില്ലേ, നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു വിഷൻ ഉണ്ട്. ഇന്നതാകുക, ഒരു ലക്ഷ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുക. ആ ഉണ്ടാക്കി വെച്ചേക്കുന്ന ലക്ഷ്യം നേടാനുള്ള വഴിയാണ് മിഷൻ. അച്ചീവ് ചെയ്യുന്ന മെത്തേഡാണ് മിഷൻ. മിഷനും വിഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അതൊക്കെ നമ്മൾ MBA പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്കൊരു പാഷൻ ഉണ്ടാവണം. ഇക്കിഗായി എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാന്ന് പറഞ്ഞു. ഒന്നെന്തോ? പാഷൻ. പിന്നെന്താ പറഞ്ഞു? ഒരെണ്ണോട് പറഞ്ഞല്ലോ, മിഷൻ. പിന്നെ അടുത്തെന്ന് പറഞ്ഞ എന്താ പറഞ്ഞേ? പ്രൊഫഷൻ ആൻഡ് വൊക്കേഷൻ. അപ്പൊ മനസ്സിലായോ? എന്തുകൊണ്ട് എവിടം വരെ നടക്കും? മനസ്സിലായോ? പോയിന്റ് കിട്ടിയോ? അപ്പൊ പാഷനെ, മിഷനെ, പ്രൊഫഷനെ, വൊക്കേഷനെ. അപ്പൊ ഇത് ഓരോന്നും ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായോ? ഇത് 4 കൂടി ചേരുന്നതാണ് എന്തോന്ന് പറയുന്നത്? ഇക്കിഗായി എന്ന് പറയുന്നത്. അപ്പൊ ഇക്കിഗായി എന്ന് പറയുന്ന ഒരു സാധനം ഈ 4 എണ്ണത്തിന്റെ സെന്റർ ആണെന്ന് ആലോചിച്ചോ. ഐഡിയ കിട്ടിയോ? അപ്പൊ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ജോലി എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്നത് ചെയ്യണം. വാട്ട് യു ലവ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ അതിനകത്ത് ചെയ്യാൻ നിങ്ങൾ എന്തെങ്കിലും വിഷമം വരുമോ? അപ്പൊ നിങ്ങൾക്കൊരു പാഷനായി. മനസ്സിലാവുന്നു? നിങ്ങൾ സമയം മറക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ സമയം ആ സാധനം ചെയ്യുന്ന, ഇപ്പം യൂട്യൂബ് യൂസ് ചെയ്യുന്ന ഒരാള് അതിനകത്തുനിന്ന് വരുമാനം ഉണ്ടാക്കുന്നെങ്കിൽ ആ യൂട്യൂബ് എടുത്ത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വരുമാനവും കിട്ടുന്നു, അത് നമുക്ക് വളരെയേറെ ഹാപ്പിനെസ്സും ഉണ്ടാക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ സമയം മറക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യും. അത് പാഷൻ. മനസ്സിലായോ? പപ്പ പറഞ്ഞു. രണ്ടാമത്തെ ഒരു പോയിന്റ് പപ്പ എന്ന് പറഞ്ഞു, പ്രൊഫഷൻ. അപ്പൊ നിങ്ങളുടെ പ്രൊഫഷൻ എങ്ങനെ ആയിരിക്കണം? എങ്ങനെയാണെന്നറിയാം? നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ കഴിയുന്നതായിരിക്കണം നിങ്ങളുടെ പ്രൊഫഷൻ. എന്തോ? നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ കഴിയുന്നതായിരിക്കണം നിങ്ങളുടെ പ്രൊഫഷൻ. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായി, സ്നേഹത്തോടെ കൃത്യമായി ചെയ്യും. മനസ്സിലാവുന്നോ? അപ്പം വാട്ട് യു ആർ ഗുഡ് അറ്റ്, അതല്ലേ അതിനർത്ഥം? നിങ്ങൾ നല്ല എന്തായി മാറുന്നു? നന്നായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. മനസ്സിലായോ? നിങ്ങൾ നിങ്ങളുടെ കഴിവുകള്, ടാലന്റുകള് ഇതൊക്കെ അന്നേരം ഇതിനകത്ത് വരും, ഒരു പ്രൊഫഷനായിട്ട് വരും. നിങ്ങളുടെ ടാലന്റ്, നിങ്ങളുടെ കഴിവ് ഇതൊക്കെ എന്തോ ആയി? നിങ്ങളുടെ പ്രൊഫഷനായി. അതിൽ നിന്ന് വരുമാനം കിട്ടുമെന്ന് പറഞ്ഞാൽ കൊച്ചു കേസാണോ? അത് കൃത്യമായി നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഗുണം ചെയ്യും. ഞാൻ ഇച്ചിരി ഐഡിയ കിട്ടിയോ? അടുത്ത ഒരു 3ാമത്തെ പോയിന്റ് എന്തുവാ അതിനകത്ത്? അല്ല അത് ഏറ്റവും അവസാനം നമുക്ക് കിട്ടുന്ന റിവാർഡാ. പിന്നെ അപ്പൊ നമ്മൾ എന്തോന്ന് 3ാമത്തെ എന്തോ പറഞ്ഞേ? അല്ല, വാട്ട് വേൾഡ് നീഡ്. എന്തോ? നിങ്ങളുടെ മിഷൻ. എന്തോ? നിങ്ങളുടെ മിഷനാണ് 3ാമത്തെ പോയിന്റ്. മിഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തിന് ആവശ്യമുള്ളത് നിങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് നിങ്ങൾ സമൂഹത്തിന് നൽകുന്ന മൂല്യം നിങ്ങളത് അച്ചീവ് ചെയ്യുമ്പോഴും, ഓരോന്നും നിങ്ങൾ അച്ചീവ് ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അവിടെ ഒരു മൂല്യം നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം ചെയ്യുന്നേ. മനസ്സിലാവുന്നോ? അപ്പം എന്തൊക്കെയായിരുന്നു പോയിന്റ്? നിങ്ങളുടെ പാഷൻ അനുസരിച്ച് ജോലി ചെയ്യാൻ തുടങ്ങി. അത് നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ പ്രൊഫഷനായി മാറി. പ്രൊഫഷൻ നിങ്ങളുടെ മിഷനായി മാറി. നിങ്ങൾ അതിനെ സമൂഹത്തിന് ഗുണമാകുന്ന രീതിയിൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് എന്തായി മാറി? നിങ്ങളുടെ ഒക്കേഷനായി, നിങ്ങളുടെ ശമ്പളമായി മാറുക. മനസ്സിലാവുന്നോ? അത് നിങ്ങളുടെ പ്രതിഫലമായി ലഭിക്കുന്നു. വാട്ട് യു ക്യാൻ ബി ഫെയർ ഫോർ. നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? പ്രതിഫലം കിട്ടുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് വരുമാനം വരുന്ന പ്രവർത്തനം ആയി മാറുന്നു. ഇത് 4 ചേർന്നതാണ് ഇക്കിഗായി. ഇക്കിഗായി ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങൾ. ഈ 4 ചേർന്നതാണ് ഇക്കിഗായി എന്ന് പറഞ്ഞത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് ചെയ്യുന്നതാ? ജപ്പാനിലെ ജനങ്ങള്
അവര് പ്രൊഡക്റ്റീവ് മാത്രമല്ല, അവര് ലോങ് ടൈം ഒരു കുറെ അധികം കാലം ഇവർക്ക് എന്ത് ചെയ്യും അത് എന്ത് ചെയ്യുന്നു, ആ നാട്ടില് ജനങ്ങൾക്ക് കൂടുതൽ കാലഘട്ടം ജീവിച്ചിരിക്കാൻ കഴിയുന്നത് അവർ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. മനസ്സിലാവുന്നോ? ഇക്കിഗായി എന്ന് പറഞ്ഞ എന്ന കൺസെപ്റ്റിലൂടെയാണ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അവര് ജോലി ചെയ്യുമ്പോ അയ്യോ ഭയങ്കര ബർഡൻ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യത്തില്ല. മനസ്സിലാവുന്നോ? അവരെന്ത് ചെയ്യും? ആസ്വദിച്ചാ ചെയ്യുന്നേ. അത് അവരുടെ പാഷൻ അവരുടെ പ്രൊഫഷൻ അവരുടെ മിഷൻ അവരുടെ ഒക്കേഷൻ ആവും. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയോ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കും ആസ്വദിക്കാമെന്നാണ് അവര് പറയുന്നത്. മനസ്സിലായോ? ഇതിന്റെ പ്രധാനപ്പെട്ട തത്വം എന്താണെന്നറിയോ? ഈ സാധനത്തിന്റെ പ്രധാനപ്പെട്ട തത്വം എന്ന് പറയുന്നത് സമയം വലിയ ഈ ജീവിതം എന്ന് പറയുന്നതേ സമയമല്ല. ജീവിതം എന്ന് പറയുന്നത് വലിയ ലക്ഷ്യം കൊണ്ടല്ല, ചെറിയ സന്തോഷം കൊണ്ട് നിറയണം. എന്തോര് പറയുന്നേ? വലിയ നമ്മളൊക്കെ സംബന്ധം കൊച്ചുങ്ങളെല്ലാം എന്ത് ചെയ്യും? കൊച്ചുങ്ങളെ പറയാം എനിക്ക് IAS ആവണം, IPS ആവണം. മനസ്സിലാവണം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ലക്ഷ്യം എടുത്തങ്ങ് മണ്ടയിലിട്ട് എന്നിട്ട് അതിന്റെ പിന്നാലെ യാത്ര ചെയ്യുക. സന്തോഷമില്ല. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ഇത് അവത്തോശ നേടിക്കഴിഞ്ഞാലും ജീവിതമില്ല. മനസ്സിലാവുന്നോ? പക്ഷെ ഇത് ചെറുതങ്ങാക്കണം. ഇക്കിഗായി എന്ന് പറഞ്ഞാൽ തന്നെ ചെറുതാക്കുക എന്നാണ്. മനസ്സിലാവുന്നോ? ഇതിനെ അങ്ങ് ചെറുതാക്കി അന്നത്തെ ദിവസം അങ്ങ് സന്തോഷിക്കുക. മനസ്സിലായോ? ജീവിതം ഒരു വലിയ ലക്ഷ്യം കൊണ്ടല്ല, ചെറിയ സന്തോഷം കൊണ്ട് അങ്ങ് നിറയ്ക്കണം. മനസ്സിലാവുന്നോ? അപ്പൊ ജോലി എന്ത് ചെയ്യുന്നറിയാമോ? ജീവിതവുമായിട്ട് അങ്ങ് വേർതിരിയുന്നില്ല. മനസ്സിലായോ? അത് ജോലി എന്ന് പറഞ്ഞാൽ ജീവിതവുമായിട്ട് വേർതിരിയാതെ എന്നും ചെയ്യുന്ന എന്തോ ഒരു പ്രവൃത്തി. മടുക്കത്തില്ല. അർത്ഥമുള്ള ഒരു പ്രവർത്തനമായിട്ട് അതങ്ങ് മാറുക. ഐഡിയ കിട്ടിയോ? ഇതാണ് ആര്? ജാപ്പനീസ് പറയുന്നത് ഇക്കിഗായി. ആ സ്ഥലത്തിന്റെ പേര് ഞാൻ വിട്ടു. ജനങ്ങള് ഇവിടെ അപ്പം മനസ്സിലായോ? അപ്പൊ നമുക്ക് വേണ്ടത് ഇതിനകത്ത് തിരക്കല്ല വേണ്ടത്. മനസ്സിലായ? എന്തോ തിരക്കല്ല, നമുക്കൊരു ഉദ്ദേശമുള്ള ഒരു തിരക്കായിരിക്കണം. നമ്മൾ ചുമ്മാ അങ്ങ് തിരക്ക് കാണിക്കുകയല്ല. ആ തിരക്കിന് എന്തോ ഉണ്ടാവണം? നമുക്കൊരു വെരി ഗുഡ്. നമ്മൾ ജീവിതത്തിൽ തിരക്ക് കാണിക്കുക, ആ തിരക്കിന് നമുക്ക് എന്തോ ഉണ്ടാവണം? ഒരു പർപ്പസ് ഉണ്ടാവണം. മനസ്സിലായോ? ഒക്കിഹാമ എന്നല്ലായിരുന്നു ആ സ്ഥലത്തിന്റെ പേര്? ഒക്കിഹാമയിലുള്ള ആൾക്കാരുടെ പ്രായം എന്നൊക്കെ പറയുന്നത് എത്രയാണെന്നറിയാം? 100 വയസ്സിൽ കൂടുതലൊക്കെയാ. കാരണം എന്താ? അവരിങ്ങനെ ജീവിക്കുന്നേ. ഐഡിയ കിട്ടിയോ? അപ്പം തിരക്കല്ല നമ്മൾ ഉദ്ദേശിക്കുന്നേ, ആ ഉദ്ദേശമുള്ളൊരു തിരക്കായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. അതായത് മത്സരമല്ല, തൃപ്തിയാണ് വേണ്ടത്. ഐഡിയ കിട്ടിയോ? ഹായ് നിതിൻ, അബ്രഹാം, ചെറിയാൻ, സൈമൺ, കൊന്നക്കോട്ട, എല്ലാവർക്കും നല്ല പ്രഭാതം കേട്ടോ. നമ്മൾ ഒക്കിനാവ ഓ ശരിയാ. ഒക്കിനാവ എന്ന് പറയുന്ന സ്ഥലമാണ്. മനസ്സിലായോ? അപ്പൊ അതും അല്ലെങ്കിലും ജാപ്പനീസ് പൊതുവേ എന്താണ്, അവർ എക്സസൈസ് ചെയ്യും. ജീവിതത്തിലെ വലിയ ഉദ്ദേശത്തെ അവരങ്ങ് ചെറുതാക്കി ജീവിക്കുന്നവരവര്. ചെറിയ ഘട്ടങ്ങളാക്കി മാറ്റും. മനസ്സിലായോ? ആസ്വദിക്കും. ജീവിതം അവര് പറയുന്നതിനാണ് ആസ്വദിക്കാനുള്ള ഒരു ഘടകമായിട്ട് അവർ അതിനെ കാണും. ഐഡിയ കിട്ടിയോ? ഇനി എന്തോ പറയുന്നതെന്ന് വെച്ചാ, പണം മാത്രം ലക്ഷ്യമെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? ഔട്ടായി പോകും. ബേണായിട്ടായി പോകും. നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ പണം മാത്രം ലക്ഷ്യം വെച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചോ, നമ്മൾ എന്തായി പോകും പറഞ്ഞ്? ബേൺ ഔട്ട് ആവും. നമുക്ക് അവിടെ ഹാപ്പിനെസ് ഉണ്ടാവുമോ? ഇല്ല. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നമുക്ക് എന്തോ ഉണ്ടാവണം? ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ഓരോ പ്രവൃത്തിയിലും എന്തോ ഉണ്ടാവണം? സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം, സന്തോഷം ഉണ്ടാവണം. മനസ്സിലായോ? അങ്ങനെ ആയാൽ മാത്രമേ, പണം മാത്രം ഒരു ലക്ഷ്യമാണെങ്കിൽ നമ്മൾ ബേൺ ഔട്ട് ആയി പോകും. മത്സരമല്ല വേണ്ടത്, പിന്നെന്താണ് വേണ്ടത്? തൃപ്തിയാണ് വേണ്ടത്. എന്തുകൊണ്ട്? തൃപ്തിയാ വേണ്ടത്. മനസ്സിലായോ? അർത്ഥം, നമുക്കൊരർത്ഥം കിട്ടണമെന്നുണ്ടെങ്കിൽ, നമുക്കൊരർത്ഥം ലക്ഷ്യമാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തോ വേണമെന്നറിയാമോ? നമുക്കൊരു സ്ഥിരമായ സന്തോഷം വേണം. നമ്മുടെ ജോലിയൊക്കെ ചെയ്യാൻ നമുക്കങ്ങ് ആവേശമാണ്. മനസ്സിലായോ? അർത്ഥപൂർണമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കണം. അപ്പൊ നമുക്കൊരു കാര്യം പറയാം. ജീവിതവും ഇക്കിഗായും തമ്മിലുള്ള ഒരു ബന്ധം എന്തോ? അപ്പൊ അത് ഇക്കിഗായി ഉള്ള ജീവിതവും ഇക്കിഗായി ഇല്ലാത്ത ജീവിതവും എന്ന് ഞാൻ പറയാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ചെയ്യുന്ന ടെക്നിക്സാ. ഈ ജാപ്പനീസ് എന്ന് പറഞ്ഞാൽ അവരെല്ലാരും സ്ഥിരമായ ഒരുവിധം നല്ല ക്യാഷുകാരായിരിക്കും. കാരണം എന്താ? അവരുടെ ജീവിതത്തിന്റെ ഓരോ സന്തോഷവും അവർക്ക് അത് അവരുടെ, ഞാൻ പറഞ്ഞില്ലയോ,
സന്തോഷം എന്ന് പറയുന്നത് അവർക്ക് എങ്ങനെയാ? അവരുടെ പാഷൻ അവരുടെ പ്രൊഫഷൻ ആവുന്നു, പ്രൊഫഷൻ മിഷൻ ആവുന്നു, മിഷൻ എന്താവുന്നു? ഒക്കേഷൻ ആവുന്നു. മനസ്സിലായോ? അങ്ങനെ ആകുമ്പോ എല്ലാ കാര്യത്തിനും അവർക്ക് എന്തോ കിട്ടും? പണം കിട്ടും. അപ്പൊ അതാ പറയുന്നത് ഇക്കിഗായി ഇല്ലാത്ത ജീവിതം എങ്ങനെ, ഇക്കിഗായി ഉള്ള ജീവിതം എങ്ങനെ. മനസ്സിലാവുന്നു? ഇക്കിഗായി ഇല്ലാത്ത ജീവിതം ആണെങ്കിൽ പണമുണ്ട്, സന്തോഷമില്ല. എന്തോ? പണമുണ്ട്, സന്തോഷമില്ല. പണമുണ്ട്, സന്തോഷമില്ല. അപ്പം ഇക്കിഗായി ഉണ്ടെങ്കിലോ? പണവും ഉണ്ട്, സന്തോഷമുണ്ട്. പണവും കിട്ടും, സമാധാനവും കിട്ടും. മനസ്സിലായോ? ഇത് രണ്ടുപേരും ഒരുമിച്ച് കിട്ടുന്നതാണ് എന്തോന്ന് പറഞ്ഞേ? ഇക്കിഗായി ഉള്ളൊരു ലൈഫ് എന്ന് പറഞ്ഞത്. ഇക്കിഗായി ഇല്ലാത്തൊരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? പണമുണ്ട്, സന്തോഷം കിട്ടത്തില്ല. മനസ്സിലായോ? രണ്ടും കാണത്തില്ല. അപ്പൊ അടുത്തതെന്ന് പറഞ്ഞാൽ പണമുണ്ട്, അടുത്തതെന്ന് പറഞ്ഞാൽ ഇതങ്ങ് പണമുണ്ട്, അതങ്ങ് ബേൺ ഔട്ട് ആയി പോകും. നമ്മൾ പണം ഉണ്ടാക്കാൻ നമ്മൾ ഇല്ലാതായി പോകും. മനസ്സിലാവുന്നോ? പക്ഷെ ഇക്കിഗായിലൂടെ നമ്മൾ ജീവിക്കുന്ന അങ്ങനെ കൃത്യമായ അടുക്കും ചിട്ടയോടുമാണ് നമ്മൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ദീർഘകാലം സന്തോഷം കിട്ടും. അവിടെ ചിലപ്പോൾ പണം അങ്ങ് കുന്നുകൂടി കാണത്തില്ല. മനസ്സിലാവുന്നു? പണം ഒത്തിരി ഉണ്ട്, പക്ഷെ ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ്? ഇക്കിഗായി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണെങ്കിൽ നമുക്ക് ദീർഘകാലം ജീവിക്കാനും പറ്റും, നമ്മുടെ ലക്ഷ്യത്തെ കണ്ടെത്താനും പറ്റും. ഇക്കിഗായി ഇല്ലാത്തൊരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതാണ്, ഭയങ്കര ജോലിഭാരമായിരിക്കും. AR നിഷാദേ, ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? എന്തോ ഇക്കിഗായി ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര ജോലിഭാരമായിരിക്കും. മനസ്സിലാവുന്നോ? പക്ഷെ മറ്റേ ഇക്കിഗായി ഉണ്ടെങ്കിലോ ജോലി ചെയ്യുന്നതാ സന്തോഷം. മനസ്സിലാവുന്നോ? ജോലി ചെയ്യാൻ പോകുമ്പോ തന്നെ എന്താണ്? നമുക്ക് ഹാപ്പിയാണ്. അപ്പം ജോലിയാണ് സന്തോഷം ഇക്കിഗായില്. പിന്നെ നമുക്ക് ജോലി ഇക്കിഗായി ഇല്ലാത്തൊരു ജീവിതമാണെന്ന് വെച്ചോ, നമ്മളെല്ലാരും കമ്പയർ ചെയ്യും. അവൻ ഇത്രയൊക്കെ ഉണ്ട്, അവൻ ഇത്ര മാർക്കുണ്ട്. മനസ്സിലായോ? ഇവരങ്ങനെ ചിന്തിക്കത്തേയില്ല. ഇവരെന്തോ പറയുന്നേ? വ്യക്തിഗതമായ വളർച്ച, എന്റെ വളർച്ചയല്ല അവന്റെ വളർച്ചയെന്ന് ഇവർ ചിന്തിക്കും. എന്റെ സന്തോഷത്തിനനുസരിച്ചല്ലേ ഞാൻ ജോലി ചെയ്തേ, അവനവന്റെ പാഷൻ അനുസരിച്ചല്ലേ ജോലി ചെയ്തേ, അതനുസരിച്ചുള്ള വരുമാനമല്ല കിട്ടൂ. അപ്പൊ ഇക്കിഗായിയുടെ ജീവിതത്തിനകത്ത് ഇക്കിഗായി ഉള്ള ജീവിതവും ഇക്കിഗായി ഇല്ലാത്ത ജീവിതവും തമ്മിലുള്ള മനസ്സിലായ ഇക്കിഗായി എന്ന് പറഞ്ഞാൽ എന്തുവാ? ജീവിത മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള യാത്ര. മനസ്സിലാവുന്നോ? ഒരു ഐഡിയ കിട്ടിയോ? ഇനിയിപ്പോ അടുത്ത് എന്തോന്ന് ചോദിച്ചാ നമുക്ക് അന്നേരം ഇങ്ങനെ പറയാം, ഇക്കിഗായി ഉള്ളവരുടെ ജീവിതത്തിനകത്തെന്ന് പറഞ്ഞ ജോലിയോടൊരു സ്നേഹം കാണും. മനസ്സിലായോ? സ്ഥിരമായ ഒരു പ്രശംസ അല്ലെന്നുണ്ട് ഒരു ആത്മാഭിമാനം, ആത്മവിശ്വാസം ഉണ്ടാവും. സംശയമുണ്ടോ? ഇല്ല. വരുമാനത്തിന്റെ സാധ്യത ഏറുമോ കുറയുമോ? വരുമാന സാധ്യത ഉയരും. മനസ്സിലായോ? ദീർഘകാലം ജീവിക്കൂ. കാരണം എന്താ? നല്ല അടുക്കും ചിട്ടയും സന്തോഷവും എല്ലാം ഉണ്ടായതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്യും? കൂടുതൽ കാലം ജീവിക്കും. മനസ്സിലായോ? ഇക്കിഗായി കൊണ്ടുള്ള ഗുണങ്ങൾ മനസ്സിലാവുന്നോ? ഇനി എന്തുവാണെന്ന് ചോദിച്ചാൽ നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിലെ നേട്ടങ്ങൾക്കും ഇതിന് കാരണമായി മാറും. മനസ്സിലായോ? എന്തുവാ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യുന്നോണ്ടുള്ള ഗുണം എന്തുവാ? നിങ്ങൾ ഒരെണ്ണം പറ. വ്യക്തിപരമായി നമുക്കൊരു നല്ല വിഷാദം കുറയും, മാനസികപരമായ സ്ട്രെസ് കുറയും. സംശയമുണ്ടോ? ജീവിതത്തിന് ഒരു അർത്ഥം കിട്ടും, മറ്റുള്ളവരോട് സമയം ചെലവഴിക്കാൻ ഒരു ഇത് കിട്ടും, നമ്മളെ സ്വയം തിരിച്ചറിയാൻ പറ്റും. സംശയമുണ്ടോ? നമ്മൾ തമ്മിലുള്ള പരസ്പര ബന്ധം എന്തോ മെച്ചപ്പെടും. പ്രശ്നങ്ങളും വഴക്കും കുശുമ്പും അങ്ങനെയൊന്നുമില്ല, താരതമ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട്. മനസ്സിലാവുന്നു? മാനസിക സമ്മർദ്ദം കുറയും, റിട്ടയർമെന്റ് ആയാലും ഒരു സന്തോഷം കിട്ടും. മനസ്സിലായോ? എന്ന് പറഞ്ഞ ജീവിതം ഒരു ശൂന്യമാവത്തേയില്ല. ഐഡിയ കിട്ടിയോ? ഇനി നമ്മൾ ഈ ഇക്കിഗായി നമ്മൾ കണ്ടെത്താൻ സ്വയം നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായ? ഇക്കിഗായി നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റുമെന്നുള്ളത്. എന്നിട്ട് നമ്മളൊരു ഇവിടെ വരുമ്പോൾ നെറ്റ് തീരും കേട്ടോ. അതിനൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാ, പണം നമുക്ക് കിട്ടി, നമുക്ക് പണം കിട്ടിയില്ല എന്നിരിക്കണം. നമുക്ക് എന്താ കിട്ടുന്നില്ല? പണം കിട്ടുന്നില്ല. പണം കിട്ടുന്നില്ല എങ്കിലും നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ജോലികൾ ഏതല്ല? നമ്മൾ സ്വയം ചോദിക്കേണ്ട. എന്താ? പണം കിട്ടിയില്ലെങ്കിലും പണം എനിക്ക് ഇല്ല, പണം കിട്ടത്തില്ല ഈ ജോലി ചെയ്ത, എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. മനസ്സിലായോ? അതൊന്ന് തിരിച്ചറിയണം. മനസ്സിലായോ? നമ്മൾ സ്വയം ചോദിക്കണം. എന്നിട്ട് ആളുകൾ എനിക്ക് വേണ്ടി ഏത് കാര്യത്തിൽ സമ്പാദ്യം, അതായത് സഹായം ചോദിക്കും. എന്താ? ആളുകൾ എനിക്ക് വേണ്ടി ആളുകൾ വേറൊരാളോട് എന്ത് സഹായം ചോദിക്കും? മനസ്സിലാവുന്നോ? അങ്ങനെ നമ്മൾ ചിന്തിക്കും. എന്നിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ, സമൂഹത്തിൽ ഏത് പ്രശ്നം എന്നെ അസ്വസ്ഥനാക്കുന്നത്? മനസ്സിലാവുന്നു? അത് നമ്മൾ അറിഞ്ഞു വെക്കണം. എന്നിട്ട്
ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ താങ്ക് യു ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മൾ സ്വയം ചിന്തിക്കണം. മനസ്സിലാവുന്നോ? എന്നിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാ വലിയൊരു വിറ്റ, ഞാൻ മരിച്ച ആൾക്കാർ എന്തിനാ എന്നെ ഓർക്കുന്നു? മനസ്സിലാവുന്നോ? ഞാൻ മരിച്ചാൽ ആൾക്കാർ എന്നെ എന്തിനു ഓർക്കണം? മനസ്സിലായോ? ഈ വക കാര്യങ്ങളൂടെ ചേർത്ത് വെച്ച് ഇതെല്ലാം ഇക്കിഗായിയുടെ ഓരോ ഭാഗങ്ങളാ. മനസ്സിലാവുന്നോ? ഇക്കിഗായിയുടെ അപ്പം ഇക്കിഗായിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അത് വലുതല്ല. അതായത് നിങ്ങള് കേറിട്ട് പോവാം. ഇക്കിഗായിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചായ കുടിച്ചായിരുന്നല്ലോ ഇന്ന് വീട്ടിൽ നിന്ന്? ഇല്ല. അപ്പൊ എനിക്കൊരു ചായ. ഇക്കിഗായിയുടെ ലക്ഷ്യം എന്തോന്നറിയാമോ? ഇക്കിഗായിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതൊരു ചെറുതല്ല, വലുതല്ല. ഇക്കിഗായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ലക്ഷ്യങ്ങളുമായിട്ട് അങ്ങ് ജീവിക്കുക എന്നുള്ളതല്ല. മറിച്ച് നമ്മുടെ എന്തോന്നറിയാമോ? എനിക്കൊരു CEO ആവണം, എനിക്കൊരു കോടീശ്വരനാവണം. മനസ്സിലാവുന്നോ? ഇതൊന്നും അല്ല ഇക്കിഗായിയുടെ ലക്ഷ്യം. എന്തോ ഇക്കിഗായി കൊണ്ട് എന്തോ ഉദ്ദേശിക്കുന്നത്? വലിയ സ്വപ്നം ഉണ്ടാക്കുകയല്ല. പക്ഷെ മറിച്ച് അവ എന്തായിരിക്കും ചിന്തിക്കുന്നറിയാം? ഒരു നല്ല ചായ ഉണ്ടാക്കി കുടിക്കാം. അന്നേരത്തെ ഹാപ്പിനെസ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ എന്തോ ചെയ്യുന്നു? സന്തോഷം കണ്ടെത്തി വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതാണ് ഈ സംഭവം എന്ന് പറയുന്നത്. മനസ്സിലായോ? എനിക്ക് കുട്ടികളെ പഠിപ്പിച്ചു കളയാം, ഇന്നൊരു ചിത്രം വരച്ചു കളയാം, ഇന്നൊരു സിനിമ കണ്ടു കളയാം, ഇന്ന് അവനോടൊന്ന് സംസാരിച്ചു കളയാം. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇക്കിഗായി വർക്കൗട്ട് ചെയ്യപ്പെടുന്നത്. മനസ്സിലായോ? അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കിഗായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒറ്റ ഇത് കാര്യം, പണം കിട്ടാൻ ചെയ്യുന്ന ജോലി എന്നതിൽ നിന്ന് ജീവിതം നയിക്കാൻ പറ്റുന്ന പ്രവർത്തനം. എന്തോ മനസ്സിലായോ? പണം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പ്രതിഫലം കറക്റ്റായിട്ട് ഇത്ര കൂടുതൽ കിട്ടിയില്ല, ഇങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷമം വരുന്നത് എന്തുകൊണ്ടാ? നമ്മൾ ആ പ്രതിഫലം അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടാ. അപ്പൊ നമ്മൾ ജോലി ഹാർഡ് വർക്ക് ചെയ്യാനല്ല, നമ്മൾ ആസ്വദിച്ച് ചെറിയ ചെറിയ ജോലികൾ ചെയ്യുക. അപ്പം ചോദിക്കും, നമ്മൾ ചിന്തിക്കേണ്ട ഒരു ജോലി. ഞാനും ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഞാൻ എന്ത് ജോലിയാണ് ചെയ്യണ്ടേ? ഒരു ജോലിന്നില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് എന്ത് കഴിവുണ്ട്? ചിലർക്കൊന്നും അനേകം കഴിവുണ്ട്, അവരുടെ പാഷനും വ്യത്യസ്തമായിരിക്കും. മനസ്സിലാവുന്നു? ഈ പാഷനെ എന്താക്കി മാറ്റുക ഇവര് കൊതിയോട് ചെയ്യാൻ പറ്റുന്ന ഈ പാഷനെ മൊത്തം അവരങ്ങ് ആക്ഷൻ ആക്കുക. ആക്ഷൻ മീൻസ് എന്തുവാ? അവരുടെ ജോലിയാക്കുക. ആ ജോലി ആക്കുമ്പം അതിനെന്തോ കിട്ടും. അങ്ങനെ ജോലി ആക്കുമ്പോ അവര് ചെയ്യുമ്പോ എങ്ങനെ ചെയ്യുന്നതെന്നറിയാമോ? 2-3 പേരെയും കൂടെ കൂട്ടി സ്നേഹത്തോടെ ചെയ്ത് രാജ്യത്തിന്റെ നന്മകളൊക്കെ വെച്ച് നല്ല രീതിയിൽ കൃഷിയും ഒക്കെ ചെയ്ത്, മനസ്സിലാവുന്നോ? ആ പാഷനെ അവരെന്തോന്നു? ഒരു മിഷൻ ഉണ്ടാക്കും. എങ്ങനെ എന്റെ രാജ്യത്തിന് ഗുണകരമാവുന്ന രീതിയിൽ ചെയ്യാം, അവരങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പൊ മറ്റുള്ളവർക്ക് എങ്ങനെ ഗുണകരമാവുന്ന രീതിയിൽ ചെയ്യാം. യവന്റെ പാഷനെ മറ്റുള്ളവരുടെ പാഷനോടെ കൂട്ടിച്ചേർത്ത് അല്ലെങ്കിൽ ആക്ഷനോടെ കൂട്ടിച്ചേർത്ത് ഇവൻ എന്ത് ചെയ്യുന്നു? ഒരു പ്രത്യേക രീതിയിലുള്ള അവന്റെ പ്രൊഫഷനാക്കി മാറ്റുന്നു. ഇത് അവന്റെ ജോലിയാക്കി മാറ്റുന്നു. നിർത്തവിടെ. മനസ്സിലാവുന്നു? ആളിഞ്ഞ മീനും കൊണ്ടുവന്നിട്ട് ഗുണഗുണാന്ന് ഓണടിക്കുക. അപ്പൊ എങ്ങനെ? അപ്പൊ മനസ്സിലായോ? അങ്ങനെ കൊണ്ടുവന്ന് ഇതെന്തോ ആക്കി മാറ്റും. മോനി വന്നേ. ഐഡിയ കിട്ടിയോ? എങ്ങനെ പപ്പ പറഞ്ഞേ? കൊന്നാ ടൂണയെ കളഞ്ഞു. അപ്പൊ എങ്ങനെ? അന്നേരം മനസ്സിലായിക്കോണം. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുമ്പം, ജോലി എന്ന് പറയുന്ന കൊതിയോട് ചെയ്യുന്ന ചിത്രരചന. മനസ്സിലാവുന്നു? ചിത്രരചന വരയ്ക്കുന്നു, നല്ലോണം വരയ്ക്കുന്നു, നല്ല രീതിയിൽ അത് നമ്മുടെ എന്തോ ചെയ്യുന്നു, ഒരു വേ ഓഫ് രാജ്യത്തിന്റെ നന്മയുടെ പടങ്ങളൊക്കെ നല്ലത് വരച്ച് നമ്മൾ അതെന്തോ ആയി മാറുന്നു, നമ്മുടെ പ്രൊഫഷനാക്കി മാറ്റി. ആ പ്രൊഫഷനിൽ നിന്ന് നമുക്ക് എന്തോ ചെയ്യുന്നു? ഒക്കേഷൻ ആവും. മനസ്സിലാവുന്നു? അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു താരതമ്യം ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഇക്കിഗായി ആക്കണം. മനസ്സിലാവുന്നു? ദരിദ്രൻ എന്ന് പറയുന്ന ഒരാളില്ല. അത് സമൂഹമാക്കുന്ന വലിയൊരു സംഭവം. അതാ ഞാൻ പറഞ്ഞുതരാൻ പറ്റുന്നത്. നമ്മളിപ്പോ ഈ ഇക്കിഗായിയെ പറ്റി ഇപ്പൊ പറഞ്ഞില്ലയോ? ഇക്കിഗായി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ലോകത്ത് ഏറ്റവും സമാധാനത്തോടെ ജീവിക്കുന്ന ജപ്പാൻകാർ ചെയ്യുന്ന ഒരു സംഭവമാണ്. അവരുടെ ജീവിതത്തിൽ നിത്യം ചെയ്യുന്ന ചെറിയ കാര്യമാണ് എന്തോന്ന് പറയുന്നത്? ഈ കാര്യം എന്ന് പറയുന്നത്. ഐഡിയ കിട്ടിയോടെ? ഇങ്ങോട്ട് ശ്രദ്ധിക്കേ. നമ്മളൊരു കാര്യമല്ലാണ്. പപ്പയ്ക്ക് ഇവിടെ 5000 പേര് ഇവിടെ ഒന്ന് മുന്നിൽ നിന്ന് സംസാരിച്ചെന്ന് പറഞ്ഞാലും പപ്പ മൈൻഡ് ചെയ്യത്തില്ല. കാരണം എന്താ? ഈ 5000 പേരും അവരുടെ കാര്യമാണ് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റണം. അത് ആദ്യം പഠിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ സ്കൂളിൽ പഠിച്ചാലും നിങ്ങൾക്ക് എന്തോ ചെയ്യാത്തെ?
ഒരു 100 വട്ടം വായിച്ചാലും ആ പുസ്തകം തലയ്ക്കകത്തോട്ട് കയറാതെ. ഇപ്പോഴും നീ 10 വട്ടം അങ്ങോട്ട് നോക്കും. അമ്മയുടെ അടുത്ത് നോക്കണ്ട, ആരടുത്തും നോക്കണ്ട. നിങ്ങളുടെ ലക്ഷ്യത്തിൽ പറയുന്ന കേൾക്കൂ. നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യണം. മനസ്സിലാവുന്നോ? അർജുന, നീ എന്ത് കാണുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ കിളിയുടെ കണ്ണ് കാണുന്നു എന്ന് പറയാൻ ഒക്കുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത്. ഇവിടെ ഇക്കിഗായി എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമുക്കൊരു പാഷൻ ഉണ്ട്. വേണം. നമുക്ക് എന്തുകൊണ്ട് നമുക്കൊരു പാഷൻ ഉണ്ട്. ഈ പാഷൻ അന്നേരം ചോദിച്ചില്ലേ സാധാരണക്കാരെ, ഒത്തിരി വട്ടം സംസാരിക്കാരുടെ ഹോർലിക്സ് എന്ന ഒറ്റ വാക്കി നേരത്ത്. അപ്പൊ എന്ത് പറയുന്നു, വേറും വണ്ടിയാവരുത് കേട്ടോ. നമ്മൾ എന്ത് പറഞ്ഞോണ്ടേ ഈ നമുക്കൊരു ഇപ്പൊ മോള് ചോദിച്ച ക്വസ്റ്റ്യൻ അതല്ലായിരുന്നു. മോള് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ, ദരിദ്ര അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല എന്ന് പപ്പ പറയാൻ കാര്യം എന്തോന്നു, ജനിക്കുമ്പോ ഇത് ഇടയ്ക്ക് കയറി ഇത് നശിപ്പിക്കുമല്ലോ. എന്തോ പറഞ്ഞെന്നറിയാം, ഈ ദരിദ്രരായിട്ട് ആരും ജനിക്കുന്നില്ല. മനസ്സിലാവുന്നോ? സാഹചര്യം ഇതൊന്ന് പിടിച്ചേ. അതായത് മോളും ഞാനും അമ്മയും ലോകവും ജപ്പാൻകാരും അമേരിക്കക്കാരും എല്ലാം ജനിക്കുന്ന അമ്മയുടെ വയറ്റിൽ നിന്നാണ്. ആണോ? സംശയമില്ലല്ലോ. അപ്പം ജനിച്ചു വീഴുന്ന ഒരുപോലെ. പിന്നെ അവർക്ക് കിട്ടുന്ന സാഹചര്യം അതൊരു പ്രശ്നമുണ്ട്. സമ്പത്തിന് ആ സാഹചര്യം. പക്ഷെ ആ സാഹചര്യം ഇന്ന് വ്യത്യസ്തമാണ്. ഇന്ന് നമ്മുടെ നാട്ടില് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ ഉണ്ടോ? ഉണ്ടോടെ? അങ്ങനെയുള്ള കുട്ടികൾക്ക് ഫുഡുണ്ടോ? കൊച്ചുങ്ങളെ 14 വയസ്സ് വരെ കൃത്യമായി വളർത്തിയില്ല എന്നുണ്ടായി മാതാപിതാക്കൾ പിടിച്ച് അകത്തിടാമോ? മനസ്സിലായോ? ആ ജോലി സമൂഹം ചെയ്തില്ലെന്നുണ്ടായി ഗവൺമെന്റിനെ പിടിച്ചകത്തിടാമോ? ഗവൺമെന്റിനെതിരെ കേസ് കൊടുക്കാം. യു ഹാവ് സം റൈറ്റ്. നിങ്ങളുടെ റൈറ്റ് ടു ഫ്രീഡം, നിങ്ങൾക്ക് എന്ത് കർട്ടയിൽ ചെയ്യപ്പെട്ടു കഴിഞ്ഞാലും യു ക്യാൻ അപ്രോച്ച് ദ കോർട്ട്. മനസ്സിലായോ? ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ റൈറ്റ്. ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടോ നിനക്ക് ബേസിക് ആയിട്ടുള്ള സംഭവം തന്നേ പറ്റൂ. അതിന് സമൂഹം ബോധവാന്മാരായിരിക്കണം. മോൻ ആ വിദ്യാഭ്യാസം കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ സമൂഹം ആ വിദ്യാഭ്യാസം കൊടുക്കണം. ഇന്ന് പിന്നെ അങ്ങനെ വിദ്യാഭ്യാസം കിട്ടാതിരിക്കത്തില്ല. സാറുമാർ കരഞ്ഞു പിടിച്ചാ പറയുന്നത്, എന്റെ പൊന്നു നെൽസ 2 പിള്ളേരെ ഞങ്ങളുടെ സ്കൂളിലേക്ക് ഒന്ന് പറഞ്ഞു വിടണേ, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എന്തോ ചെയ്യും. ഇപ്പം ഡിവിഷൻ ഫോളായി പോയി. മനസ്സിലായോ? നമ്മുടെ കല്ലൂർ സ്കൂളിലായാലും കോടിയാട്ട് സ്കൂളിൽ ഞങ്ങൾക്ക് അന്ന് ഇരിക്കാൻ സീറ്റ് ഇല്ലായിരുന്നു. നമ്മുടെ സൈമണൊക്കെ അറിയായിരിക്കും. ആ സ്ഥലത്ത് ഇന്ന് എങ്ങനെ എല്ലാം കൂടെ 20 പേരെ കണ്ടേ കാണും. സ്കൂൾ മൊത്തത്തിൽ അത്രയും പേരെ കാണും. ഗവൺമെന്റ് സ്കൂളുകൾക്കുണ്ടായ ഒരു അപജയമാണ്. മനസ്സിലായോ? അപ്പൊ ഈ ദരിദ്രൻ അവൻ എന്ത് ചെയ്യണം? ആ സമൂഹത്തിൽ ഒരു സിസ്റ്റം നിന്ന് പറയുന്ന കേൾക്കുക. ഈ സമൂഹത്തിൽ ഒരു സിസ്റ്റം നിലനിൽക്കുക. ഇനി ഞാൻ ഉറപ്പായിട്ടും ചോദ്യം ചോദിക്കാനുള്ള സമയം തരാം. അല്ലാതെ എല്ലാവർക്കും ഉള്ളതാണ്. സമൂഹത്തിൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? എന്തെങ്കിലും ഓർക്കുമ്പോൾ പറയുന്ന ഒരു സ്വഭാവം. അവന്മാരാണ് ലോകത്തെ ഏറ്റവും വലിയ മണ്ടന്മാര്. കേട്ടോ? ഓർക്കുമ്പോ അത് സൂക്ഷിച്ചു വെച്ച് പറയാൻ അറിയത്തില്ല. അപ്പം ഈ ദരിദ്രരായിട്ടെന്ന് പറയുന്ന ആളായാലും അവർക്ക് എന്ത് കൊടുക്കണം? അവർക്ക് കൃത്യമായ വിദ്യാഭ്യാസം കൊടുക്കണം. വിദ്യാഭ്യാസം കൊടുക്കുക, അറിവ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. അന്നേരം അവൻ എന്ത് ചെയ്യും? അവന് എല്ലാവർക്കും എന്തോ ഉണ്ട്. അല്ല, ബൈബിളിൽ പറയുന്നുണ്ട് എല്ലാവർക്കും ഓരോ ടാലന്റ് ഉണ്ട്. എന്തുകൊണ്ട്? അതാണ് ചൈനക്കാരെ യഥാർത്ഥത്തിൽ ആ വാക്യം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കെല്ലാവർക്കും എന്തോ ഉണ്ട്. നമുക്കെല്ലാം ഓരോ കഴിവുകൾ ഉണ്ട്. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഈ ഇക്കിഗായിയുടെ ബന്ധപ്പെട്ട് പാഷൻ. എന്തോ നമുക്ക് എല്ലാവർക്കും എന്തുകൊണ്ട്? പാഷൻ ഉണ്ട്. നമ്മുടെ പാഷനെ എല്ലാം നമ്മൾ എന്തോ ആക്കി മാറ്റണം? പ്രൊഫഷൻ. ദാറ്റ് മീൻസ് ആക്ഷൻ ആക്കി മാറ്റണം. മനസ്സിലാവുന്നോ? അപ്പൊ പാഷൻ ചെയ്താൽ ശമ്പളം കിട്ടുമെന്ന്. അപ്പൊ പാഷൻ, നമ്മുടെ പാഷൻ കൃത്യമായി നമ്മൾ ഏത് വഴിയിലൂടെ ചെയ്യണം. അതാണ് മിഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇക്കിഗായിയുടെ ഫസ്റ്റ് പോയിന്റ് എന്താണ്? പാഷനാണ്. പാഷൻ നമ്മൾ എന്തോ ആയി മാറുന്നു? അത് നമ്മുടെ പ്രൊഫഷൻ ആക്കി മാറ്റുന്നു. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ പ്രൊഫഷൻ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാണോ? കാരണം എന്താ? അത് നമ്മുടെ പാഷനാ. വണ്ടി ഓടിക്കുന്ന പാഷനാ. അതുകൊണ്ട് അത് പ്രൊഫഷനാക്കി. അവനത് ചെയ്യുമ്പം ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ റൂൾസും കാര്യങ്ങളും ഒക്കെ കണ്ടക്ട് ചെയ്തേ പോകാവൂ. മറ്റുള്ളവർക്കൂടെ ഗുണകരമായിട്ടേ പോകാവൂ. അതാണ് മിഷൻ. അത് രാജ്യമായതുകൊണ്ട്. അപ്പൊ നിയമങ്ങൾ കൃത്യമായിട്ട് പോകണം. ഒരാളെ വലിയ വണ്ടി ഇടിച്ച് കൊല്ലാൻ പാടില്ല. അങ്ങനെയൊക്കെ 100 കണക്കിന് കാര്യങ്ങൾ ഇതിനകത്ത് കയറി വരുന്നുണ്ടോ? അപ്പം അന്നേരം പഠിച്ചോ? ഇനി മറക്കോ? ഇക്കിഗായി എന്താന്ന് ചോദിച്ചാൽ, ഇക്കിഗായി എന്ന് പറഞ്ഞാൽ, ഇക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതം. ഗായി എന്ന് പറഞ്ഞാൽ മൂല്യങ്ങൾ. ഇക്കിഗായി എന്ന് പറഞ്ഞാൽ മൂല്യമുള്ള ജീവിതം എന്നാണ് അർത്ഥം. അതോടൊപ്പം തന്നെ ഇത് 4 പോയിന്റുകളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതാണ് പാഷന് അതോടൊപ്പം തന്നെ മിഷൻ. അത് തന്നെ അല്ല പാഷൻ, പ്രൊഫഷൻ, മിഷൻ ആൻഡ് ഒക്കേഷൻ. അത് നിങ്ങൾ അത് ചെയ്യുമ്പോൾ, നിങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശമ്പളം കിട്ടത്തില്ലയോ? മനസ്സിലായോ? ഇങ്ങനെ വലിയൊരു ടാർഗറ്റ് എടുത്ത് തലയിൽ ഇടുകയല്ല. ഭയങ്കരമായ ഒരു ലക്ഷ്യം എടുത്തിട്ട് കൊച്ചിനോട് പറയുക IAS ആവണം. 1ാം ക്ലാസ് ഉടച്ചു കിടന്നുകൊണ്ട് എടുക്കുക. 1ാം ക്ലാസ് തൊട്ടേ അവ അങ്ങ് IAS ആവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. പക്ഷെ 1ാം ക്ലാസ്സിൽ പഠിക്കേണ്ടത് പഠിച്ചോ?
ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബേസ്മെന്റ് ഇല്ലാത്ത. അതായത് നിങ്ങൾക്ക് ഒരു ന്യൂട്ടന്റെ തത്വം ചോദിച്ച പോലെ അതെങ്കിലും എഴുതി വെച്ച 10ാം ക്ലാസ്. നിങ്ങൾ ഒരു കാര്യം കണ്ടിട്ടുണ്ടോ? 10ാം ക്ലാസ്സിൽ എന്തെങ്കിലും എഴുതിയാൽ മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അറിയാമോ? അറിയത്തില്ല. പറഞ്ഞുതരാം. 5ാം ക്ലാസ്സിൽ നിങ്ങൾ എന്തോ ചെയ്ത് സൂര്യൻ കിഴക്കുദിക്കുമെന്ന് പഠിച്ചു, അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ പഠിച്ചു. രണ്ടാമത്തെ കാര്യം, സൂര്യൻ ഒരു എന്തോന്ന് സ്വയം ഒരു ഗോളമായി കത്തുവാണെന്ന് പറഞ്ഞു. മനസ്സിലായോ? 3ാം ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്ക് സൂര്യൻ മാത്രമേ കത്തുന്നുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും ഇതിന്റെ പ്രതിഫലനമാണെന്ന് പഠിച്ചു. 5ാം ക്ലാസ്സിൽ വരുമ്പോൾ ഇച്ചിലൂടെ പഠിച്ചു, 6 പഠിക്കും. അപ്പൊ നിങ്ങൾ ഈ ചോദിക്കുന്ന ഈ 1 മുതൽ 8 വരെ പഠിച്ച കാര്യം എഴുതി വെക്കുന്നതിന് 50% മാർക്ക് കിട്ടും. ഐഡിയ കിട്ടിയോ നേഹ? 10ാം ക്ലാസ്സിലെ കാര്യം പഠിക്കുന്നതിന് അങ്ങനെയാണ് ഈ സാധനത്തിന്റെ കൺസ്ട്രക്ഷൻ ഉള്ളത്. ഇതേപോലെ ഇതിനെ എന്താക്കണം? നിങ്ങൾ ചെറിയ 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 ലക്ഷ്യങ്ങളാക്കി മാറ്റി ഇത് ഓരോ ദിവസവും അച്ചീവ് ചെയ്ത്, മനസ്സിലായോ? നമ്മുടെ ഇല്ല ചേട്ടൻ തന്നെ എന്തോ ചെയ്യുന്നു, ഒരു വീട് കൊണ്ടുപോകുന്നു, വീട് വെക്കുന്നു, കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്നു, അവരെ ജോലിയാക്കി ഒക്കെ മാറ്റുന്നതിന് ഈ അയില എല്ലാം കൂടെ ഒറ്റ ദിവസം എടുത്തുകൊണ്ട് വന്നങ്ങ് വിൽക്കാൻ നിന്നാ നടക്കൂ? ഇല്ല. ഓരോ ദിവസവും രാവിലെ കിടന്ന് സാധനം എടുത്തോണ്ട് വന്നു, വിറ്റു, കൊച്ചുങ്ങളുടെ കാര്യം നോക്കി, ഇപ്പൊ വീടായി, ഭാര്യയായി, കൊച്ചുങ്ങളായി, കൊച്ചുങ്ങൾക്ക് ജോലിയായി, കൊടവയറായി, തൊപ്പിയായി. മനസ്സിലായി? ഇങ്ങനെ മനുഷ്യൻ മാറുന്നത്. ഇതാണ് ഇക്കിഗായി. പഠിച്ചോ? അല്ലാതെ എല്ലാം കൂടെ ഒറ്റയടിക്ക് വാരി അങ്ങ് ചെയ്യരുത്. സക്സസ്ഫുൾ പീപ്പിളിന്റെ അടുത്ത് എല്ലാം ഇക്കിഗായി വരണമെന്നുണ്ടോ? 100%. നിങ്ങൾ എലോൺ മസ്കിന്റെ അടുത്ത് എന്ന് എലോൺ മസ്ക് ഇന്നത്തെ കാര്യമാണ് ചെയ്യുന്നത്, നാളത്തെ കാര്യം നാളെ ചെയ്യുമോ? ഇന്ന് അവൻ ചെയ്യേണ്ടത് കൃത്യമായി ചെയ്യുന്നതുകൊണ്ടാണ് അതാണ് ഇക്കിഗായി എന്ന് പറയുന്നത്. അവൻ അതിനെ ഘട്ടം ഘട്ടമാക്കി മാറ്റി. അത് സത്യത്തിൽ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട പ്രാക്ടീസാണ്. പക്ഷെ നമ്മുടെ മലയാളീസിന് എന്താണ്, ഒറ്റയടിക്ക് തിന്നണം മൊത്തം. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. പറ, വേറെ എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ടല്ലേ ഓരോമാര് ജോൾസിന്റെ അടുത്തൊക്കെ പോകുന്നത്. എന്തുകൊണ്ടാ? അതിന്റെ കുറുക്കുവഴി അറിയാമെങ്കിൽ ആ കുറുക്കുവഴി അങ്ങ് ചെയ്താൽ എന്തോത്തിന് എനിക്ക് ചുമ്മാ മൊത്തം ഇരുന്ന് പഠിക്കുന്നു. ഐഡിയ കിട്ടിയോടെ എന്ന് പറഞ്ഞിട്ട് ഇന്നലത്തെ ജോൽസിനെ പണി കൊടുത്തതാണോന്ന് ഇപ്പൊ എനിക്കൊരു സംശയമുണ്ട്. എന്താ ഇത് പറ. ലിനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇപ്പൊ കണ്ടോ, ഇപ്പൊ ചോദ്യം ഉണ്ടോ? കാര്യം എന്താ? അല്ല, മൈക്ക് ഓഫ് ചെയ്താലും ഇല്ലേലും എന്താ സംശയം ഇല്ലാത്ത? ഇടയ്ക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിന്റെ അറ്റം അറിയാം, ഓർക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിർത്ത് എന്ന് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു, 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാൻ പറഞ്ഞു. ക്വസ്റ്റ്യനും ഇല്ല, ഈ ടോപ്പിക്കും അങ്ങ് മറന്നു. ഇപ്പൊ ഓർത്തോണ്ടിരിക്കുന്ന വേറെ ഏതാണ്ട് കുതിരപ്പുറത്ത് പോകുന്ന കഥയൊക്കെ ആയിരിക്കും ഓർത്തോണ്ടിരിക്കുന്നത്. ഐഡിയ കിട്ടിയോ? മനസ്സിലാവുന്നു? ഇതാണ് മനുഷ്യരെല്ലാരും. മോനെ, നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്റെ നീയാക്കൂട്ടനുണ്ടോടാ? എന്റെ കുഞ്ഞിന് ഹോർലിക്സുമായിട്ട് ബന്ധപ്പെട്ട സംശയം ചോദിച്ചു മോനെ. അതെന്റെ പൊന്നോനാ കേട്ടോ. എന്റെ കുഞ്ഞ് കുഴപ്പമൊന്നുമല്ല. എന്റെ പൊന്നോൻ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഹോർലിക്സിനെ പറ്റി പോലും ഇല്ല, കോഫിയെ പറ്റി പോലും ഇല്ല. പ്രായമില്ലാത്ത നമ്മുടെ അമ്മച്ചി താണ്ട പോകുന്നു. പറ, വേറെ എന്തെങ്കിലും ഉണ്ടോ നേഹ? ഇല്ലല്ലോ. അപ്പൊ താങ്ക് യു.